ഇനി ഈ വീട് ഉറങ്ങാൻ പോവാണ് കുറച്ച് ദിവസത്തേക്ക്. എന്താണ് ഒരു ഫീലിംഗ്? ഹസ്ബൻഡിനെ വിട്ട് നിൽക്കുന്നോണ്ടാണോ? ഭയങ്കര ഫീലിംഗ്. ഇപ്പൊ വീട്ടിൽ നോക്കി, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇനി ഈ വീട് ഉറങ്ങാൻ പോവാണ് കുറച്ച് ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഒരു 4-5 ദിവസത്തേക്ക് സൈലന്റ് ആവാൻ പോവാണ്. അതെ, വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലേ ഒരു 2-3 ദിവസം നിന്നിട്ടൊക്കെ പോരാ. സ്വന്തം വീടല്ലേ ഒന്നില്ലെങ്കിൽ. ഇപ്പൊ കൊറേ ആയി ഞാൻ ചെയ്തിട്ട് പ്രാവശ്യം നിക്കണമെന്നുണ്ട്. ഒരു കൊല്ലായില്ലേ അവിടെ പോയി നിന്നിട്ട്? ഹസ്ബൻഡിനോട് ഇഷ്ടമാണെന്ന് കരുതിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്നുണ്ടോ? ഞങ്ങൾക്ക് സ്കൂളിന്റെ വർക്ക് പ്രോഗ്രാംസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പെൻഡിങ് ആയിട്ട് ചെയ്യാനായിട്ടൊന്നും. കറക്ഷൻ ഉണ്ട്, +2 റിവിഷൻ എക്സാം പറ്റിയില്ലേ ഉള്ളൂ. കറക്ഷൻ മാത്രമുണ്ട്, പേപ്പർ കൊണ്ടുപോകുന്നുണ്ട്. അവിടേക്ക് കൊണ്ടുപോകണുണ്ടോ? എന്നാ പിന്നെ അവിടെ ഇരുന്നിട്ട് തന്നെ ചെയ്യാം, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ ഫോണ് വേണ്ടേ? കാർട്ടൂൺ കാണുന്നില്ലേ? നന്നായോ? ചൊത്ത നല്ല ചൊത്തനറിയാട്ടോ. പുതിയ ടാങ്ക്, അതിൽ നിന്ന് വെള്ളം പോയിരുന്നു. അതിൻ്റെ ഇതാണ്, പുറത്തേക്കാണ് ചാടുന്നത്. ആദ്യം അകത്തോട്ടായിരുന്നു. പാവ മുത്തച്ഛൻ്റെ അവിടെ പോയിട്ട് ഇനി എന്നാ വരിക? 3 ദിവസം കഴിഞ്ഞിട്ട് വരുവോ? സ്കൂൾ തുറക്കുമ്പോഴേക്ക് എത്തുവോ? ഒന്ന് പൊളിയാണല്ലോ, അടിപൊളി. വൈറ്റ് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? കോളേജ് സമയത്ത് വാങ്ങിച്ച ഡ്രസ്സാ. ഇപ്പൊ ഇത് ലൂസ് ഒന്നുമില്ല, കറക്റ്റ് ടൈറ്റാ? ടൈറ്റ് ആയിരുന്നു. ഞങ്ങളെന്നാലേ ഇറങ്ങട്ടെ. അമ്മ റെഡിയല്ലേ? ചൊത്തൻ റെഡിയാണോ? അല്ലേ? റെഡിയല്ലേ? അമ്മ തീവ്രവാദി ആയിരിക്കാണ്. ഇനിയിപ്പോ പോകുമ്പോ നല്ല കാറ്റുള്ളല്ലോ. അങ്ങനെ ഞങ്ങള് വൈഫിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് വൈഫിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവരിതാ 4-5 ദിവസം ഇവിടെ കാണും. ഞാനവിടെ ഒറ്റയ്ക്കും കാണും. അതായത് ഈ ആളൊഴിഞ്ഞ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതേ അവസ്ഥയായിരിക്കും ഇനിയിപ്പോൾ അവിടെ. ബോറടി. ഇടികൂടാൻ ആളില്ലല്ലോ. എന്റെ കിളിവാതില് കാണാനുണ്ട്, ഒരു പല്ലില്ലാണ്ട്. 1:30 മണിയായി വീട്ടിൽ വന്ന് കയറിയപ്പോ. ഈ 2 പുസ്തകങ്ങളും അച്ഛൻ എഴുതിയതാണ്. അവിടെ ഒരു ഇതില്ലേ, അവിടെ ഒരു സ്റ്റൂൾ മാതിരി ഇല്ലേ അവിടെ? അത് ഇവിടെ തുറന്ന് വെച്ച് അവിടെ ഒന്നില്ലേ? മോള് വരുന്നിട്ട് ഏത് ഇതോ? ഓ, നല്ല രസമുണ്ടല്ലോ. വലിയ കലണ്ടർ. അച്ഛനെക്കാട്ടിലും വലിപ്പുണ്ട് മുത്തുമണിയെ. ഓ, ഇങ്ങനത്തെ ഒരു കലണ്ടർ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അമ്മൂന്റെ ഹൈറ്റ് ഇല്ലേ അത്? 5 അടി. അത് മാത്രം എടുത്തു അവള്. போட்டோ எல்லாம் பார்த்தேன். ட்ரெயின் கொடுத்துருவாப்ல. இதான் கேட்டுட்டு இந்த கரெக்டா கத்திச்சது பாருங்க. എന്താണ് ഒരു ഫീലിംഗ്? ഹസ്ബൻഡിനെ വിട്ട് നിൽക്കുന്നോണ്ടാണോ? ഭയങ്കര ഫീലിംഗ്. അതിനാണ് മുഖം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കണ്ടോ അച്ഛമ്മേനെ കണ്ടോ? അച്ഛനെ പോലെ തന്നെ ഉണ്ടോ അച്ഛൻ? അവളും മുത്തച്ഛനും വന്ന കളി തുടങ്ങി. ഇനി നമ്മളെ വേണ്ട. ഫീലിംഗ് കിടക്കുമ്പോ വരും കേട്ടോ. ആണ് അമ്മയുടെ അടുത്ത് പോവാന്ന് ചിലപ്പോ വരും.
പാത്രം കഴുകുന്ന മെഷീൻ. ലഞ്ച് ടൈം. പയറുപ്പേരി, കായത്തക്ക, അച്ചാറ്, പപ്പടം. പയറുപ്പേരിയാണ് നമ്മുടെ ഫേവറേറ്റ്. നോൺ വെജ് ഒന്നും പിന്നെ പൊങ്കലായത് നോൺ വെജ് ഇല്ല. ഒറ്റയ്ക്ക് കഴിക്കുക അല്ലേ? ചൊത്ത തണുപ്പാണ് ചൊത്ത. മോര് ഇരുന്ന് കുടിക്കുക കേട്ടോ. മുമ്പുള്ള വ്ളോഗില്, അതായത് 3-4 വർഷം മുമ്പത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പിന്നെ കാണുന്ന വീടായിരുന്നു അന്ന് ഞങ്ങൾ താമസിച്ച വീട്. ഇന്നിപ്പോൾ അവിടെ വേറെ താമസക്കാരാണ്. ഇയാൾ ആരും ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ഇനി വ്ളോഗ് എടുക്കുക? ഞാൻ ആരെടുത്ത് സംസാരിക്കും? എനിക്ക് മിണ്ടാനും പറയാനും ആരെങ്കിലും വേണ്ടേ? അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ മരത്തിനോടോ ചുമരിനോടോ അടുക്കളയിനോടോ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ നിക്കാലോ, പക്ഷെ നിക്കാനും പറ്റില്ല. അമ്മയ്ക്ക് ഒരുപാട് പ്രായമായി. നിങ്ങൾ ആയാലും അറിയണം, അത് തെറ്റാണ്. അത് വിട്ടിട്ട് വരാൻ പറ്റില്ല, പോയേ പറ്റുള്ളൂ. വരൂ, 2 ദിവസമല്ലേ, അഡ്ജസ്റ്റ് ചെയ്യൂ. ഞാനിവിടെ അറിയാലോ, ഒരു കൊല്ലമായിരിക്കണം ഇവിടെ സ്റ്റേ ചെയ്തത്. ഇവിടെ നിക്കാറന്നല്ലോ. ഇടയ്ക്ക് വന്നാൽ നിക്കാലോ. നിക്കാറില്ല. കെട്ടിയനോടുള്ള സ്നേഹം കൊണ്ടല്ലേ. ഒന്നാമത്തെ ലീവും കിട്ടാറില്ല. അങ്ങനെ പറയരുത്. അല്ല, എന്താ പറയാ, ഹസ്ബൻഡിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അതുകൊണ്ട് അതുകൊണ്ട് ഇത്ര കേൾക്കണം ഗൈസ്. നിങ്ങൾ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു. ഇതന്നെ പരിപാടി. കുട്ടി അച്ഛറങ്ങട്ടെ, അച്ഛറിങ്ങട്ടെ, ചേച്ച പോട്ടെ, അമ്പാടി പോട്ടെ. ആണോ? ഒരു ഫീലിംഗും ഇല്ല. ഞാനിവിടെ ഹാപ്പിയാണ്. അല്ല ചൊത്ത ഹാപ്പി അല്ലേ? അച്ഛൻ ഹാപ്പി അല്ലേ? വാവല്ലാണ്ട് എങ്ങനെ അച്ഛൻ ഹാപ്പി ആവുക? അച്ഛൻ പോണ്ടേ? ആവശ്യം പോണ്ടാന്നോ? 4 മണി ചായ ബ്രേക്ക്. ചിപ്സ്, ഇതെന്താണ്, അച്ചപ്പം, നുറുക്ക്. ഇറങ്ങാൻ പോവാണ് ഇവിടുന്ന്. 6:30 മണിയായപ്പോഴേക്ക് ഇതാ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പം വീട്ടിൽ നോക്കി, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. വീട് ഉറങ്ങിപ്പോയി. ഇനി ഈ വീട്ടിൽ ഒരു അനക്കം ഉണ്ടാവണമെങ്കിൽ 4-5 ദിവസം കഴിയണം. അതുവരെ വീഡിയോയിൽ വരാനും ബ്ലോഗിൽ വരാനും സംസാരിക്കാനും ഞാനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത 1-2-3 വ്ളോഗുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബോറടി ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാം. വേറെ എന്താ ചെയ്യാം, ഒരു വഴിയില്ല, ഒരു രക്ഷയില്ല. 7:10 നമ്മുടെ ഡിന്നറിൻ്റെ ടൈമായി. ഒരു ഗോതമ്പ് ദോശ, ഒരു ചെറുപയർ ദോശ, ഓംലേറ്റ്. എനിക്കും അമ്മയ്ക്കും ഇതാണ് ഇന്നത്തെ ഡിന്നർ വിത്ത് സാമ്പാർ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.